പാസ് ഓവർ, പെസഹ, ദൈവത്തിൻ്റെ പെസഹ കുഞ്ഞാടായിട്ട് യേശു ക്രിസ്തു നമ്മുടെ മുൻപിൽ നിൽക്കുന്നതായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് ഇപ്പോൾ കാണണം. നമ്മുടെ ശ്രദ്ധ വേറെങ്ങും പോകരുത്. അതായത് ഒരു വയസ്സിന് കുറവുള്ളത്, ഒരു വയസ്സിൽ കൂടുതലാകരുത്, ഊനമില്ലാത്തത്, ഒരു ബ്ലെമിഷസും ഇല്ല, ഒരു പ്രശ്നവും ഇല്ലാത്ത നല്ലൊരു ആട്ടിൻകുട്ടിയായിട്ടാണ് പഴയ നിയമത്തിൽ പുരോഹിതന്മാർ ചെക്ക് ചെയ്യും. ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നിട്ട് ഈ ആട്ടിൻകുട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ പിന്നെ സാക്രിഫൈസ് ചെയ്യാൻ അല്ലെങ്കിൽ യാഗമായിട്ട് സ്വീകരിക്കത്തില്ല. എന്നാൽ ഈ ആട്ടിൻകുട്ടി ഒരു വയസ്സിന് ചെറുതും ഊനമില്ലാത്തതും കാണാൻ ഭംഗിയുള്ളതുമാണ് എങ്കിൽ അതിനെല്ലാ അവയവങ്ങൾ കാണണം നിർബന്ധം ആണെങ്കിൽ പുരോഹിതൻ അത് സമ്മതിക്കും, അതിനെ യാഗമായിട്ട് അർപ്പിക്കും. അപ്പം നമ്മൾ പഴയ നിയമത്തിൽ നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാൻ വേണ്ടി കുഞ്ഞാടുകളെ അല്ലെങ്കിൽ ഒരു വയസ്സിന് താഴ്ചയുള്ള പുരോഹിതൻ സ്വീകരിക്കുന്നതായ നല്ല ആട്ടിൻകുട്ടിയെ തന്നെയാണ് കൊണ്ട് യാഗം അർപ്പിക്കുന്നതെന്ന് ഓർക്കുക. പുതിയ നിയമമായപ്പോഴേ പെസഹ ആചരിക്കുന്ന ദിവസം കർത്താവ് ഒന്നിച്ച് ശിഷ്യന്മാരെ വിളിച്ചിരുത്തി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കുഞ്ഞാടായിട്ട് നിൽക്കുന്നു എങ്കിലും അത് യേശുക്രിസ്തു തന്നെയാണ്. പഴയ നിയമത്തിൽ കുഞ്ഞാടായിട്ട് നിന്നത് യേശുക്രിസ്തു തന്നെയാണ്. പുതിയ നിയമത്തിൽ യേശുവായിട്ട് വന്നതോടുകൂടി ഏകയാഗത്താൽ നമ്മുടെ സകല പാപങ്ങൾക്കുണ്ട് ഏകയാഗത്താൽ എന്നേക്കുമായിട്ട് പ്രായശ്ചിത്തമായിട്ട് ഒരുവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കാൻ കുഞ്ഞാടായി മാറുകയാണ്. ആ ഒരു വലിയ സത്യം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് എന്തൊരു ഉന്നത പദവിയാണ് ദൈവം അതുകൊണ്ട് തരുന്നതെന്നറിയാം. അതെനിക്ക് തോന്നുന്നില്ല ഈ ലോക ജീവിതം മുഴുവൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ മർമ്മം മനസ്സിലാകും. കർത്താവ് ഈ വചനം എടുക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞത്, എൻ്റെ വചനം പഠിക്കുവീൻ, അതിൽ നിന്ന് ഫലം അനുഭവിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കർത്താവ് സംസാരിക്കുമ്പോൾ വളരെ ലളിതമായിട്ട് നമ്മളോട് സംസാരിക്കും. കാരണം എപ്പോഴും ഈ വചനത്തിൽ തന്നെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങളിലെല്ലാം വചന റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഒത്തിരി റെക്കോർഡിങ് ഒന്നിച്ചാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വായിച്ച് ദൈവവചനത്തിലിരിക്കുമ്പം കർത്താവ് പിന്നെ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ എളുപ്പമാണ്, അല്ലാതെ ഇപ്പം കേൾക്കത്തില്ല. കാരണം കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കുന്ന സമയമാണ്. എൻ്റെ വചനം പഠിക്കുവീൻ, അതിൽ നിന്ന് ഫലം അനുഭവിക്കുവീൻ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്, പ്രയത്നിക്കേണ്ടതൊക്കെ അങ്ങ് പ്രയത്നിക്കും, ചെയ്യേണ്ടതൊക്കെ ചെയ്യും, പക്ഷേ ഫലം ഒരിക്കലും കിട്ടത്തില്ല. ഫലം കിട്ടുന്നതിന് മുമ്പ് ദുഷ്ടൻ അത് അപഹരിച്ചുകൊണ്ട് പോകും. എന്നിട്ട് നമ്മൾ പിന്നെ അവസാനം ചിന്തിക്കാൻ മേ ബി നമുക്കിതിനൊന്നും അർഹതയില്ല. മിക്ക മനുഷ്യരുടെയും ചിന്ത ഇത് വരും. അനുഭവിക്കേണ്ട സമയത്ത് ദുഷ്ടൻ വന്ന് അത് എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഇന്നു മുതൽ നിൻ്റെ ധാന്യം ദുഷ്ടൻ അപഹരിച്ചുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിൻ്റെ വീഞ്ഞ് നിൻ്റെ മക്കൾക്കും നിനക്കും ഉള്ളതായി മാറുകയാണ്. ശത്രു ഇനി എടുത്തുകൊണ്ട് പോകാൻ അനുവദിക്കത്തില്ല. ഇത് യെശയ്യാ 63 അധ്യായത്തിൽ 63:6 തോന്നുന്നു. വചനം വ്യക്തമായിട്ടും പറയുന്നു, ഞാൻ പെസഹ കുഞ്ഞായിട്ട് നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ കാഴ്ചപ്പാടിൽ നമുക്ക് വായിക്കാൻ പാകം. ഇത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഉള്ളതിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 22:14 തൊട്ടുള്ള വാക്യമാണ്. 14 തൊട്ട് 20 വരെയുള്ള വാക്യം എടുക്കുന്നു. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ഛയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി അത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്ന് മുതൽ കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതുവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. അത്രയും മതി. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥനയോടുകൂടെ കടന്നു. കർത്താവേ, നീ യാഗവസ്തുവായിട്ട് കയറുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ച് പെസഹ ആചരിക്കാൻ ആഗ്രഹിച്ചത് വളരെ തീഷ്ണതയോടെ നോക്കിയിരുന്നു എന്ന് പറയുന്നു. കർത്താവേ, ഞങ്ങൾക്കും ആ തീഷ്ണത ഇട്ട് തരണമേ. അതേ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾക്ക് കാണാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി, സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ്, ആത്മാവുള്ളവർ
കാണും, ചെവിയുള്ളവർ കേൾക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ആരെ എപ്പോഴാണ് തൊടുന്നത് നമുക്ക് പറയാനൊക്കത്തില്ല. കഴുതയെ കൊണ്ടുപോലും സംസാരിപ്പിച്ച ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. പറന്ന് പോകുന്ന കാക്ക പോലും കേൾക്കേണ്ട ഒരു സമയമുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം അറിയാതെ എത്ര പ്രശ്നത്തിൻ്റെ നടുക്കിരിക്കുന്നെങ്കിലും വിശ്വാസികളോട് ഞാൻ വീണ്ടും അതായത് ഉറപ്പിച്ചു പറയാണ്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. നമ്മുടെ തലയിലെ ഒരു മുടി പോണേ പോലും യേശു അറിയണം. അത് അങ്ങനെ കരുതുന്ന ഒരു ദൈവം നമ്മളെ രക്ഷിക്കാനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അത് ഈ ഒരു കാലയളവിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സത്യമല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേടേണ്ടതെല്ലാം നേടി നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. ആ പ്രായത്തിൻ്റെ കൊണ്ട് നമ്മൾ പലതും നേടിക്കഴിഞ്ഞു. എന്നാൽ അടുത്ത തലമുറകൾ നേടാൻ ശ്രമിക്കുകയാണ്. അവരുടെ കൊച്ചുമക്കളെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ നമ്മളിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് അടുത്ത തലമുറയിലേക്ക് പകർന്നു ചെല്ലേണ്ടത്. അവിടെ ഉറപ്പില്ല എങ്കിൽ പിന്നെ അടുത്ത തലമുറയുടെ അടിസ്ഥാനം ആടാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ അടിസ്ഥാനക്കല്ലാകുന്ന ക്രിസ്തുവിൽ നമ്മൾ കൊണ്ടുവന്ന് വെക്കാനാണ് ഈ പ്രയത്നമെല്ലാം ചെയ്യുന്നത്. ഈ ലോകത്തിൽ അത് പാടാണ്. കാരണം കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപം അങ്ങേയറ്റത്തേക്ക് സുഖം മാത്രമായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലത്തിൽ എങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ കൊണ്ടുവരുന്നത് നമ്മളാൽ സാധിക്കത്തില്ല. പക്ഷേ ഈ വിശേഷം അറിഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് ഇതെന്നാൽ സാധിക്കത്തില്ല, നീ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായിട്ട് വന്നതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയതുപോലെ നീ തലമുറകളെ മനസ്സിലാക്കിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് പറയുന്ന ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ വളരെ ഭംഗിയായിട്ട് കർത്താവ് പറയുന്നില്ലേ, ശിഷ്യന്മാരെ എടുക്കും, ഞാൻ ഈ കഷ്ടം അനുഭവിക്കും മുൻപ്. ഏത് കഷ്ടമാണ്? ക്രൂശുമരണം. ശിഷ്യന്മാർക്ക് അന്നേരം മനസ്സിലായെന്ന് സംശയമാണ്. ഈ കഷ്ടം അനുഭവിക്കുന്നതിന് മുൻപേ പെസഹ നിങ്ങളോടുകൂടെ. അപ്പോൾ പെസഹ എന്ന് പറയുമ്പം നമ്മൾ പുറകോട്ടങ്ങ് പോവുകയാണ്. പുറപ്പാടിനകത്ത് ഏകദേശം 6 അധ്യായത്തിൻ്റെ 6 തൊട്ടുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി മോശയോട് കൽപ്പിച്ചു വിട്ട ദൈവം 10 അതിശയങ്ങൾ ചെയ്തതിൽ 10ാമത്തേത് ആദിജാതന്മാർ, അതായത് മിസ്രൈമ്യരുടെ ആദ്യജാതന്മാരെ എല്ലാം കൊല്ലുക. മനുഷ്യൻ്റെ തന്നെയല്ല, മൃഗങ്ങളുടെ. അപ്പോൾ ഇതിന് സംഹാരദൂതൻ എന്ന് പറയും. സംഹാരദൂതൻ കടന്നു വരുമ്പോൾ അത് അതായത് ദൈവജനതയെ തൊടാതിരിക്കാൻ വേണ്ടി ഒരു ചിഹ്നം ഇട്ട് കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കണം. അന്നേരം ഓരോ ഭവനത്തിനും ഓരോ ആടിനെ എടുത്തിട്ട് അതിനെ യാഗം കഴിച്ചിട്ട് അതിൻ്റെ രക്തമെടുത്ത് എന്ത് ചെയ്യണം? അതിൻ്റെ രക്തമെടുത്ത്, യാഗം എന്നോട് പറയുന്നില്ല, രക്തമെടുത്തിട്ട് അത് വീടിൻ്റെ ഡോറിൻ്റെ മുൻവശത്തെ ഡോറിൻ്റെ 2 സൈഡിലും മുകളിലുമായിട്ട് അതിനെ ചിഹ്നമിടാൻ പറയുന്നു. സംഹാരദൂതൻ കടന്നു വരുമ്പോൾ സംഹാരദൂതന് ഇതിനകത്ത് ആരാ താമസിക്കുന്നതെന്ന് നോക്കുന്നില്ല. ഈ ഒരു ചിഹ്നം മാത്രം കണ്ടു എങ്കിൽ ആ ചിഹ്നമുള്ള വീട്ടിനകത്ത് സംഹാരദൂതൻ കടക്കുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പം ഇസ്രായേൽ ജനത മുഴുവനും അവനവൻ്റെ ഭവനത്തിന് ഈ രക്തത്തിൻ്റെ ചിഹ്നം ഇട്ടതിനാൽ അവിടെയുള്ള ഒരാളും ഒരു കുഞ്ഞുങ്ങളും മരിക്കുന്നില്ല. എന്നാൽ സംഹാരദൂതൻ രാത്രിയിൽ കടന്നു വന്നപ്പോൾ ഫറവോൻ്റെ കൊട്ടാരം തൊട്ട് ലോവസ്റ്റ് ഏറ്റവും താണ കുടുംബത്തിൽ വരെയും മൃഗങ്ങൾ തൊട്ട് ആദിജാതനെല്ലാം മരിച്ചു വീഴുകയാണ്. അതോടുകൂടി ഫറവോൻ്റെ കൊട്ടാരത്തിൽ അലയും ബഹളവും കരച്ചിലും കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട്? സംഹാരദൂതൻ വന്ന് ആദ്യത്തിനെ എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മുടേതൊക്കെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാനിക്കാൻ, അതായത് നമുക്ക് മഹത്വവും തേജസ്സും വരുന്നത്, ആയുസ്സും ദീർഘായുസ്സും തരുന്നത് ഈ ഒരു പെസഹ കുഞ്ഞാട് എനിക്ക് വേണ്ടി മരണം ഏറ്റെടുത്തത് കൊണ്ടാണ്. നമ്മളത് ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ആഴം. അപ്പോൾ എന്തിനാണ് പഴയ നിയമത്തിൽ മിസ്രൈമിൽ അത് അയച്ചതെന്ന് ചോദിച്ചാൽ, അവർ സത്യദൈവത്തെ അറിയാതെ കഠിന ഹൃദയമായിട്ട് ദൈവമക്കളെ ഉപദ്രവിച്ചുകൊണ്ട് അടിമത്വത്തിൽ നടത്തിക്കൊണ്ട്, ഇന്നും ലോകത്തിൻ്റെ അടിമത്വത്തിലല്ലേ നമ്മൾ ഓരോരുത്തരും കഴിയും. നമ്മുടെ മക്കൾ, നമ്മളൊക്കെ വിടുതൽ തന്നതുകൊണ്ടാണ് വി ആർ സെറ്റ് ഫ്രീ അബൌവ്. അതിൻ്റെ മുകളിലേക്ക് ദൈവം നമ്മളെ സ്വതന്ത്രരാക്കിയത് തൻ്റെ സാന്നിധ്യം കൊണ്ടും തൻ്റെ രക്തം കൊണ്ടുമാണ്. അത് മനസ്സിലാക്കാതെ അടുത്ത തലമുറ നമ്മുടെ പ്രാർത്ഥനയുടെ ബലത്തിലാണ് അവർ നിൽക്കുന്നത് എങ്കിലും അവനവനത് അറിയുന്നില്ല എങ്കിൽ എന്നാ പ്രയോജനം? അപ്പോൾ ഈ പ്രാവശ്യത്തെ പെസഹ ആചരണം ഇത് തലമുറയിലേക്ക് പാസ് ചെയ്യണം, നിർബന്ധമാണ്. നമ്മൾ നിൽക്കുകയാണ്, ഞാൻ ഇടിവിൽ നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ മേലെ, തലമുറകളുടെ മേലെ ഇതെങ്ങനെ പാസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നീ പറയണം വചനം പ്രസംഗിക്കുക.
വചനം അവരെഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും പറയുക, കിടക്കുമ്പോൾ അവരുടെ കട്ടിൻ്റെ അടുക്കൽ ചെന്ന് പറയുക, അവരുടെ ഫോട്ടോ എടുത്ത് പ്രാർത്ഥിക്കാനാണെങ്കിൽ പ്രാർത്ഥിക്കുക, അവരടുത്താണെങ്കിൽ അവരെ വിളിച്ച് ഒന്നിച്ചു കൂട്ടും. അടുത്തല്ലല്ലോ, മിക്ക കുഞ്ഞുങ്ങളും ഇപ്പോൾ അടുത്തല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറഞ്ഞ ആത്മാവിന് ഒട്ടും ദീർഘമില്ല. അതായത് ആത്മാവ് ഇവിടുന്ന് അയച്ചാൽ അമേരിക്കയിലാണ് ഇപ്പോൾ ചെന്നുകൊള്ളും. കറക്റ്റ് ഈ പറയുന്ന സമയത്ത് അത് ചെന്നുകൊള്ളും. ഞാനിടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പുതപ്പ് ഓരോ കുഞ്ഞുങ്ങളുടെ മേലും വ്യക്തിപരമായിട്ട് അവരുടെ പേരെഴുതിയിട്ട് ഉണ്ടാക്കിയ പുതപ്പാണെന്ന് ഓർക്കണം. നമ്മൾ ഒരു അമ്മയോട് ചോദിച്ചാൽ, അമ്മമാർക്ക് 10 മക്കളുണ്ടെങ്കിൽ അമ്മമാർക്ക് മക്കളെ ഓർക്കാം. എന്നാൽ നമ്മളൊരു അപ്പനോട് 10 മക്കളുടെ പേര് ചോദിക്കാമെങ്കിൽ അവർക്ക് അടുക്കും ചിട്ടയും തെറ്റിച്ച് അവർ ചിലപ്പം പറയും, ഒരെണ്ണം മറന്നും പോകും. പക്ഷെ അമ്മമാർ മറക്കില്ല, മറവിയില്ല അവർക്ക്. അങ്ങനെ നമ്മുടെ പേരെഴുതിയിട്ടുള്ളതായിട്ടുള്ള പുതപ്പാണ് ഈ പെസഹ സമയത്ത് നമ്മുടെ മേൽ വന്ന് വീഴുന്നതെന്ന് ഓർക്കുക. കർത്താവ് എന്താ പറയുന്നത്? ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ച്. എല്ലാം ക്ലിപ്തമായിട്ടും ഓർഡറായിട്ടും ചന്തമായിട്ടും ചെയ്യുന്ന ഒരു ദൈവം കറക്റ്റായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പം അവൻ്റെ അടുക്കൽ വരാൻ വിസമ്മതിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് വചനം വെച്ച് അയക്കുകയാണ്. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി ഇത് കഴിക്കുകയില്ല. കർത്താവിൻ്റെ വീഞ്ഞുകളെക്കുറിച്ച്, അതായത് വീഞ്ഞ് കപ്പുകളെക്കുറിച്ച് 4 കപ്പുകളുണ്ട്, 5 എണ്ണം ഉണ്ടെന്ന് ചിലർ പറയുന്നു. അതിനെക്കുറിച്ച് അടുത്ത ദിവസം എടുക്കുന്നതായിരിക്കും. പരിശുദ്ധനായ ദൈവം നമ്മളോട് പറയുന്നത്, കർത്താവ് എന്താ അന്ന് ചെയ്തതെന്നുള്ളത് ഇങ്ങനെ കർത്താവ്, പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി കുടിപ്പീൻ, ദൈവരാജ്യം വരുവോളം ഞാൻ ഈ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്ന് മുതൽ കഴിക്കയില്ല എന്ന്. അപ്പോൾ എൻ്റെ അർത്ഥം എന്തുവാ? എൻ്റെ ജീവിതം തീരാറായി എന്നല്ലല്ലേ ഈ ഭൂമിയിൽ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലായില്ല. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. പിന്നെ പെന്തക്കോസ്ത് വന്നിട്ട് പരിശുദ്ധാത്മ വരുമ്പോഴാണ് ഈ പറഞ്ഞതെല്ലാം അവർ ഓർപ്പ്. കർത്താവ് പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നു പറയുന്നു. അങ്ങനെ കർത്താവ് തൻ്റെ ശരീരവും തൻ്റെ രക്തവും ഇവർക്ക് കൊടുക്കുന്ന ഒരു ഭാഗമാണ് പെസഹ കാണുന്നത്. അതായത് പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്ത്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറയുന്നു. അവണ്ണം തന്നെ അത്താഴം കഴിച്ച ശേഷം പാനപാത്രം കൊടുത്ത്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. അങ്ങനെ പുതിയ നിയമത്തിൻ്റെ തുടക്കം ഇവിടെ വെച്ച് തരികയാണ്. പെസഹായെ അന്ന് വരെ മൃഗങ്ങളെ, അതായത് ആട്ടിൻകുട്ടിയെ ദൈവത്തിന് യാഗമായിട്ട് അർപ്പിച്ച് പാപങ്ങളെ മൂടിക്കളഞ്ഞ് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ജീവിപ്പിച്ച ഒരു ജനതയാണ് ഇസ്രായേൽ ജനത. അതായത് ഫിറോൻ്റെ അടിമത്വത്തിൽ നിന്ന് 580 വർഷം അടിമത്വത്തിലിരുന്ന വ്യക്തികളെ കർത്താവിൻ്റെ രക്തത്തിന് പകരം വന്ന് കുഞ്ഞാടിൻ്റെ രക്തവും ഉപയോഗിച്ച് സംഹാരദൂതനെ മാറ്റി നിർത്തി രക്ഷിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറയുകയാണ്, ഇത് എൻ്റെ പാനപാത്രം, അതായത് കർത്താവിൻ്റെ രക്തമായിട്ട് തന്നെയാണ്. കാരണം ക്രൂശ കയറാൻ പോവുകയാണ്. യേശുവിനറിയാം യേശു എന്താ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം, അല്ലാതെ മനസ്സിലാകത്തുമില്ല, ഓർക്കത്തുമില്ല. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം, എപ്പോഴും ഇത് ഓർക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എവിടെ നിങ്ങൾ എൻ്റെ നാമത്തിൽ കൂടുന്നോ അവിടെ എല്ലാം ഇത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയല്ല, നമ്മൾ ചർച്ചുകളിൽ മാത്രം ചെയ്യുന്നതാണ് നമ്മുടെയൊക്കെ ശ്രമം. മറ്റ് പുറത്തൊക്കെ പോയി കഴിയുമ്പം അവരെല്ലാം ഒന്നിച്ചു കൂടുമ്പോൾ അവിടെയുള്ള ഈ യഹൂദന്മാരുടെ ഇടയ്ക്കും അവർ പെസഹ ഇപ്പോഴും ആചരിക്കും. എല്ലാ പെസഹായിലും പ്രായം ചെന്ന വ്യക്തിയാണ് അവരെ എങ്ങനെയാണ് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നതെന്നുള്ള സത്യം അവർക്ക് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പ്രായം ചെന്ന വ്യക്തി ഓരോ വ്യക്തിയുടെയും തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കും. നമ്മളും അതൊക്കെ തന്നെ ചെയ്യണ്ടേ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി. പുതിയ നിയമത്തിൻ്റെ തുടക്കമാണ് കുഞ്ഞാടിനെ നമുക്ക് വേണ്ടി, അതായത് ക്രിസ്തുവാകുന്ന കുഞ്ഞാട് നമുക്ക് വേണ്ടി പരിഹാരമായിട്ട് മാറുന്ന ഒരു ദിവസമാണ് പെസഹ എന്ന് നമ്മൾ കണ്ടത്. പെസഹ കുഞ്ഞാടിനെ അറക്കുക എന്ന് പറയുന്നത് അന്ന് വൈകിട്ട് പെസഹ കുഞ്ഞിനെ അറക്കുവാണ്. പെസഹ വ്യാഴാഴ്ച കഴിയുമ്പം ദുഃഖവെള്ളിയാഴ്ചയായി മാറുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഇതെല്ലാം ചന്തമായിട്ട് വളരെ ഓർഡറിലായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് ഡിപ്പിക്റ്റ് ചെയ്തല്ല, ജീവിതത്തിൽ കൂടെ കാണിച്ചു തന്നൊരു ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിലും സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് അർത്ഥം എൻ്റെ വചനം പഠിക്കുക, എന്നിട്ട് അതിൽ നിന്ന് നീ ഫലം അനുഭവിക്കുന്നവരായി മാറണം. ഫലം കിട്ടുന്നത് വല്ലവനും എടുത്തുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വല്ലവനും അനുഭവിക്കുന്നു, നിർത്തിയിരിക്കുന്നെന്ന്. നമുക്കുള്ള അനുഗ്രഹം നമ്മുടെ ഭവനത്തിൽ കടന്നു വരട്ടെ. നമ്മുടെ മക്കൾ തിരിച്ചു വന്ന് ക്രിസ്തുവിൽ സന്തോഷിക്കുന്നു. അവൻ്റെ പെസഹായുടെ അനുഭവം, അതായത് അവൻ കുഞ്ഞാടായി നമുക്ക് വേണ്ടി യാഗം കഴിച്ചു കഴിഞ്ഞതിനാൽ നമ്മളെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പെസഹ തബ് പെസഹായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെയും ശാപങ്ങളെയും മരണത്തെ മാറ്റാൻ വേണ്ടി എന്നേക്കുമായിട്ട് പെസഹ കുഞ്ഞാടായിട്ട് കടന്നു വന്ന യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ ഞങ്ങൾ സാഷ്ടാംഗം മുട്ടുകുത്തി വണങ്ങുന്നു. അവിടുന്ന് ചെയ്തതായിരിക്കുന്ന ഈ വലിയ ഉന്നതമായ ഈ തന്നെത്താനെ യാഗമാക്കി പാപപരിഹാരമായിട്ട് നിന്നെ തന്നെ ക്രൂശിന്മേൽ കയറ്റുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഹൃദയം കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിലും നിൻ്റെ അടുക്കൽ വന്നിരിക്കണം. ദൈവമേ, നീ എന്തുമാത്രം കഷ്ടം സഹിച്ചിട്ടാണ് ഈ ശത്രുവിൻ്റെ പക്ഷത്ത് നിന്ന് ഞങ്ങളെ രക്ഷിച്ച് സൂക്ഷിക്കുന്നത് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഞങ്ങളറിയുന്ന ഈ സത്യം അറിയുമ്പോൾ നിന്നെ വിട്ട് പത്രോസ് പറഞ്ഞതുപോലെ നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനെ. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? നിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ഈ ജീവൻ്റെ ഭക്ഷണം കഴിപ്പാൻ തക്കവണ്ണമുള്ള ഒരു പ്രത്യേക ആഗ്രഹം അല്ലെങ്കിൽ വാഞ്ച ഞങ്ങളുടെ തലമുറകൾക്ക് ഇട്ടുകൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അയക്കുന്നു അപ്പച്ച, വചനം അയക്കുന്നു. വചനം ചെന്ന് അവരെ കണ്ടുമുട്ടും. വചനം അയച്ചിട്ട് തലമുറ മേൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് പ്രാപിച്ചേ ഒക്കത്തുള്ളൂ. താവേ, നിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം, ജീവനും ചൈതന്യമുള്ള വചനം ചെന്ന് കൊണ്ടിട്ട് താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ്റെ വചനം നീ അയച്ചുകൊണ്ടേയിരിക്കുക. ഒരു മാഗ്നറ്റ് പോലെ സ്വീകരിപ്പിക്കാൻ എനിക്കറിയാം, ആകർഷിപ്പിക്കാൻ എനിക്കറിയാം. താവേ, ഞങ്ങൾ അയക്കുന്ന ഈ ഓരോ വചനം ഭൂമിയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ കടന്നു ചെന്നിട്ട് ചെന്ന് പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരരുത്. എവിടെ ഒളിച്ചിരുന്നാലും കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു ദൂതുമായിട്ട് ഇതിനെ അയക്കുന്നു പച്ച. പരിശുദ്ധ റൂഹാതെ ഏറ്റെടുത്തിരിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ വായിൽ നിന്നൊരു വചനം വീഴുന്നതിന് മുൻപേ നീ ഉത്തരം തരുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ നേരിട്ട് കണ്ടുകൊണ്ട് നിന്നെക്കുറിച്ച് ഭംഗിയായിട്ട് പറയാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മഹത്വം, നിൻ്റെ തേജസ്, നിൻ്റെ ശക്തി വേറൊരാൾ എടുത്തുകൊണ്ട് പോകാൻ നീ അനുവദിക്കത്തില്ലല്ലോ. പക്ഷേ യു ആർ എ ജലസ് ഗോഡ് ആൻഡ് എ സെലസ് ഗോഡ്. അത് ഞങ്ങൾ നിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വണങ്ങി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.